വാഹനാപകടങ്ങളിൽ ജീവൻ രക്ഷിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ആദ്യത്തെ 1 മണിക്കൂറിലെ ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ പദ്ധതിയാണ് PM റാഹത്ത്. പണത്തിന്റെ അഭാവം മൂലം ആർക്കും ജീവൻ രക്ഷാ ചികിത്സ നിഷേധിക്കപ്പെടരുത് എന്ന ലക്ഷ്യത്തോടെയാണ് PM റാഹത്ത് പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് മന്ദിരമായ സേവാ തീർത്ഥിലെ ആദ്യ തീരുമാനമായാണ് ഈ സുപ്രധാന പദ്ധതിക്ക് അദ്ദേഹം അംഗീകാരം നൽകിയത്. ഏതുതരം റോഡിൽ അപകടം സംഭവിച്ചാലും പരിക്കേൽക്കുന്ന അർഹരായ എല്ലാ വ്യക്തികൾക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. അപകടം നടന്ന ആദ്യത്തെ 1 മണിക്കൂറിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ 50% മരണങ്ങളും ഒഴിവാക്കാനാകുമെന്നാണ് റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒരു വ്യക്തിക്ക് പരമാവധി 1.5 ലക്ഷം രൂപ വരെയുള്ള പണരഹിത ചികിത്സയാണ് ലഭിക്കുക. അപകടം നടന്ന തീയതി മുതൽ 7 ദിവസം വരെ ഈ പരിരക്ഷയുണ്ടാകും. ജീവന് ഭീഷണിയില്ലാത്ത കേസുകളിൽ 24 മണിക്കൂറിനുള്ളിലും ഗുരുതരമായ കേസുകളിൽ 48 മണിക്കൂറിനുള്ളിലും പോലീസ് സ്ഥിരീകരണം നൽകേണ്ടതുണ്ട്. പൂർണ്ണമായും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് PM റാഹത്ത് നടപ്പിലാക്കുന്നത്. റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ DAR പോർട്ടലും ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ TMS 2.0 സംവിധാനവും തമ്മിൽ ബന്ധിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപകട വിവരം റിപ്പോർട്ട് ചെയ്യുന്നത് മുതൽ ആശുപത്രി അഡ്മിഷൻ, പോലീസ് വെരിഫിക്കേഷൻ, ബില്ലടയ്ക്കൽ തുടങ്ങിയവയെല്ലാം ഈ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ വേഗത്തിൽ നടക്കും. ആശുപത്രികൾക്കുള്ള തുക മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഫണ്ടിൽ നിന്നാണ് അനുവദിക്കുക. അപകടത്തിൽപ്പെട്ടത് ഇൻഷുറൻസ് ഉള്ള വാഹനങ്ങളാണെങ്കിൽ ജനറൽ ഇൻഷുറൻസ് കമ്പനികളാകും തുക നൽകുക. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളാണെങ്കിലോ ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന കേസുകളിലാണെങ്കിലോ കേന്ദ്ര സർക്കാർ ഫണ്ടിൽ നിന്ന് പണം നൽകും. സംസ്ഥാന ഹെൽത്ത് ഏജൻസി ക്ലെയിം അംഗീകരിച്ച് 10 ദിവസത്തിനകം ആശുപത്രികൾക്ക് തുക ലഭിക്കുന്നതിനാൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ പ്രത്യേകം സംവിധാനമുണ്ട്. ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെ അധ്യക്ഷതയിലുള്ള ജില്ലാ റോഡ് സുരക്ഷാ സമിതി ഇതിനായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കും.